മൊഡ്യൂളിലെ ഫസ്റ്റ് ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈസും ലോസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചേക്കുന്ന കോൺസെപ്റ്റ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി പോകുമ്പോൾ ഓരോരോ മൊഡ്യൂൾസ് വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വന്നോളൂ. അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ പാറ്റേണും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ട്രക്ചർ ഹൈ എന്ന് വിളിക്കും. സ്ട്രക്ചർ ഹൈ. ഇതിനെ നമ്മൾ സ്ട്രക്ചർ ലോ എന്നും വിളിക്കും. അപ്പോൾ ഇത് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു, എങ്ങനത്തെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിൽ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിംപ്ലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു പാറ്റേൺ വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം വരച്ചു. ഇത് ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ലൈനായിട്ട് തന്നെ കാണാൻ പറ്റില്ല. നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാൻഡിൽസ് കൊണ്ടാണ് നമ്മുടെ ചാർട്ട്സ് ഫോം ആവുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽസ് തന്നെ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഫോം ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ഇതിന്റെ എൻഡ് എന്ത് ചെയ്യും, ഒരു വിക്ക് ഇട്ടിട്ട് ഇത് താഴേക്ക് ഇങ്ങനെ പോകും ക്യാൻഡിൽസ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ഫോർമേഷൻ വരുന്നത്. അതായത് മാർക്കറ്റിലെ ക്യാൻഡിൽസ് തന്നെ ഒരു ബൈ ഓർഡർ ഫില്ല് ചെയ്ത് പിന്നെ ഒരു സെൽ ഓർഡർ ഫില്ല് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചർ ഹൈ എന്ന് വിളിക്കുന്നതിനെ. ഓക്കെ, ഇതിനെ ഇതേപോലെ തന്നെയായിരിക്കും നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ ലോയിൽ വരുന്നത്. ഇവിടെ ക്യാൻഡിൽസ് ഫോം ചെയ്യും, ഫോം ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരും. അതായത് ഇവിടെ സെൽ ഓർഡേഴ്സ് ആണ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോന്ന് ഇൻ എൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ വിക്കോ എന്താന്ന് വെച്ചാൽ അത് കാണിച്ചിട്ട് പിന്നെ ബൈ ഓർഡേഴ്സ് ഫിൽ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബുള്ളിഷ് സിഗ്നൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ആവും, ഇങ്ങനെ ഫോമായി ഇങ്ങനെ ഒരു പാറ്റേൺസ് ഫോം ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇങ്ങനത്തെ ഒരു ലൈൻ ആയിരിക്കും. പക്ഷെ ഇൻ റിയൽ ചാർട്ടിൽ നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ ക്യാൻഡിൽസ് ഫോം ചെയ്തേക്കുന്ന പാറ്റേൺസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ നടന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൈ ഓർഡേഴ്സ് ഫില്ലായി, ഇൻ എൻഡ് വന്നപ്പോൾ ഇത് സെൽ ഓർഡേഴ്സ് ഫില്ലായി. അതേപോലെ തന്നെ ഇവിടെ സെൽ ഓർഡേഴ്സ് ഫില്ലായി, അത് കഴിഞ്ഞ് ഇതിന്റെ എൻഡ് വന്നപ്പോൾ ബൈ ഓർഡേഴ്സ് ഫില്ലായി. ഇതാണ് നമ്മൾ റിയൽ ചാർട്ടിൽ ഇനി വരുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിയൽ ടൈം ചാർട്ടിൽ ഈ സ്ട്രക്ചർ ഹൈസും അതേപോലെ തന്നെ സ്ട്രക്ചർ ലോസും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് സ്ട്രക്ചർ ഹൈ എന്ന് പറയുമ്പോൾ സിംപ്ലി ഒരു എ ഷേപ്പ്, അതേപോലെ തന്നെ സ്ട്രക്ചർ ലോ എന്ന് പറയുമ്പോൾ ഒരു വി ഷേപ്പും ഫോം ചെയ്യും. ഇത് ഇൻഡെപ്ത് പറയുമ്പോഴാണ് നമ്മൾ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചർ ഹൈ എന്ന് വിളിക്കും. അതേപോലെ തന്നെ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് എന്താണ് ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രക്ചർ ലോ എന്നും വിളിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ റിയൽ ടൈം ചാനൽ ഇതേപോലെ തന്നെ കറക്റ്റ് ലൈൻ ഒന്നും വരച്ച് വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഓരോരോ ക്യാൻഡിൽ വൈസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന ക്ലാസ്സിൽ ഓരോ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു ചാർട്ട് ഐഡന്റിഫൈ ചെയ്യാം, അത് എന്ത് ട്രെൻഡ് ആണെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ റിയൽ ടൈം ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓവറോൾ റാലി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്തു, താഴേക്ക് വന്നു. കണ്ടോ, ഇവിടെ എന്താണ് നടന്നേക്കുന്നത്, ഇവിടെ സെൽ ഓർഡേഴ്സ് ഫില്ലായി, പ്രൈസ് താഴേക്ക് വന്നു. ഇത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ സ്ട്രക്ചർ ലോ ഫോമായി. കണ്ടോ, സ്ട്രക്ചർ ലോ ഫോമായി. അത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ ഫിൽ ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ ഒരു ബിഗ് ക്യാൻഡിൽ, അതെന്ത് ക്യാൻഡിലാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്, അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം ഈ ഒരു സമയം കൊണ്ട്. ഇത് നമ്മൾ സിംഗിൾ കളറാണ് യൂസ് ചെയ്യുന്നത്, അത് ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെ. ബുള്ളിഷ് ക്യാൻഡിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം കൊണ്ട് മനസ്സിലാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂൾ ഒന്നും കൂടെ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇത് ബുള്ളിഷ് ക്യാൻഡിലാണ്, അവിടെ ബൈ ഓർഡേഴ്സ് ഫില്ലായി. അത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു, താഴേക്ക് സെൽ ഓർഡേഴ്സ് ഫില്ലായെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ലോ വന്നു. ഇത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ബൈ ഓർഡേഴ്സ് ഫില്ലായി, അത് കഴിഞ്ഞ് സെൽ ഓർഡേഴ്സ് ഫില്ലായി. ഇവിടെ നമുക്കൊരു എ ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സ്ട്രക്ചർ ഹൈ. ഓക്കെ, ഇത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്,
ഇത് ബൈ ഓർഡേഴ്സ് ഫില്ലായി എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽ ഓർഡേഴ്സ് ഫില്ലായി, അതിനുശേഷം ബൈ ഓർഡേഴ്സ് ഫില്ലായി. നമുക്ക് ഇവിടെ ഒരു വി ഷേപ്പ് കാണാം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലോ എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ ഫില്ലായി കഴിഞ്ഞ് താഴേക്ക് ഒറ്റ ക്യാൻഡിലില് നമുക്ക് ഈ ഒരു ക്യാൻഡിലില് എന്ത് പറ്റുന്നു? ഇവിടെ ഒരു സെൽ ഓർഡർ ഫില്ലായി അല്ലെ? അപ്പോ ഇതിന്റെ മേളിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഹൈ എന്ന് വിളിക്കാം. കാരണം ഇവിടെ ബൈ ഓർഡർ ഫില്ലായി, അതിനുശേഷം സെൽ ഓർഡർ ഫില്ലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്ത് ചെയ്തു? മേളിലേക്ക് പോയി. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? പ്രൈസ് ഒരു സെൽ ഓർഡർ ഫില്ല് ചെയ്ത ശേഷമാണ് ബൈ ഓർഡർ ഫില്ലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ലോ എന്ന് വിളിക്കുന്നതിന്. ഇത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് ഒറ്റൊരു ഡിമായിരുന്നു. കണ്ടോ? ഇവിടെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിന് നമുക്ക് ഇവിടെ ബൈ ഓർഡേഴ്സ് ഫില്ലായി. ഇവിടെ ഇത് കഴിഞ്ഞ് സെൽ ഓർഡേഴ്സ് താഴെ വരെയും ഫില്ലായി അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ ഇതിനെ സ്ട്രക്ചർ ഹൈ എന്ന് വിളിക്കും അല്ലെ? സ്ട്രക്ചർ ഹൈ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോ വരെ പഠിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് എ ഷേപ്പ് കാണാം, അത് കഴിഞ്ഞ് വി ഷേപ്പ് കാണാം. ഇതിന്റെ എൻഡ് ഇവിടെ വന്നപ്പോഴും നമുക്കൊരു എ ഷേപ്പ് കണ്ടിന്യൂസ്ലി കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടിയിൽ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ സെൽ ഓർഡേഴ്സ് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ബൈ ഓർഡേഴ്സ് ഫില്ലായി. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിക്കണം? ഇതിനെ നമ്മൾ സ്ട്രക്ചർ ലോ എന്ന് വിളിക്കണം അല്ലെ? സ്ട്രക്ചർ ലോ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് ഈ ഒരു ഭാഗത്ത് നിന്ന് സെൽ ഓർഡേഴ്സ് ഇവിടം വരെ കൊണ്ടുവന്നു അല്ലെ? അത് കഴിഞ്ഞ് പ്രൈസ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിനെ നമ്മൾ ഹൈ എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ ലോ എന്ന് വിളിക്കുന്നു. ഇനി പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് ഈ ഒരു സ്ഥലത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? പ്രൈസ് ഇവിടെ സെൽ ഓർഡേഴ്സ് ആണ് ഫില്ലാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത്, ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സെൽ ഓർഡേഴ്സ് ഫില്ലായി, ബൈ ഓർഡേഴ്സ് ഫില്ലാവുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരക്കാം. ഇല്ല, നിങ്ങൾ അത് കാണുന്നില്ല. അതായത് സെൽ ഓർഡേഴ്സ് ഫില്ലായി കഴിഞ്ഞ ഒരു ബൈ ഓർഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഒരു എ ഷേപ്പും വി ഷേപ്പും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വരക്കണ്ട. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ വരച്ചു കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ സെൽ ഓർഡർ ഫില്ലായി, അത് കഴിഞ്ഞ് ബൈ ഓർഡർ ഫില്ലായി. കണ്ടോ? ഈ ഒരു ഭാഗം വന്നപ്പോൾ നമുക്ക് ബൈ ഓർഡർ ഫില്ലായി. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കണം, ഇതിനെ സ്ട്രക്ചർ ലോ എന്ന് വിളിക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തിനെ സ്ട്രക്ചർ ഹൈ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പ്രൈസ് എന്ത് ചെയ്തു? നമുക്ക് ഈ ഒരു ഭാഗത്ത് സെൽ ഓർഡർ ഫില്ലായി. കണ്ടോ? ഈ ഒരു ഭാഗത്ത് സെൽ ഓർഡർ ഫില്ലായി കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഹൈ എന്ന് വിളിക്കുന്നു, അത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ ലോ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പ്രൈസ് ഈ ഒരു മൂവ്മെന്റ് തന്നുകൊണ്ടേയിരിക്കും. ഏത് ചാർട്ടും ആയിക്കോട്ടെ, നിങ്ങൾ ഫോറക്സ് എടുത്താലും സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലും ഏത് ചാർട്ട് എടുത്താലും നമുക്ക് ഈ സ്ട്രക്ചർ ഹൈയും സ്ട്രക്ചർ ലോ സിംപ്ലി എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എ ഷേപ്പും വി ഷേപ്പും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഓരോ ചാർട്ടിലും നിങ്ങൾ എടുത്ത് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ഒരു ചാർട്ടും കൂടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് പോവാം. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത്? നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഹൈ കാണാം. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് ഒരു സെൽ ഓർഡർ ഫിൽ ചെയ്തു. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സ്ട്രക്ചർ ലോ കാണാം. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ഹൈ കാണാം. കാരണം എന്താണ്? ഇത് മൂന്നും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വി ഷേപ്പ് കാണാം. അതിനുശേഷം ഒരു ബൈ ഓർഡർ ഫോം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെൽ ഓർഡർ ഫിൽ ചെയ്തത് കാണാം. ഏകദേശം ഈ ഒരു ഭാഗം വരെ കണ്ടല്ലോ. ഈ ഒരു ഭാഗം വരെ നമുക്കൊരു സെൽ ഓർഡർ ഫിൽ ചെയ്തു. അപ്പൊ നമുക്ക് ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എ ഷേപ്പ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഹൈ ഫോം ചെയ്തു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു. അതായത് ബൈ ഓർഡർ ഫിൽ ചെയ്തു, സെൽ ഓർഡർ ഫിൽ ചെയ്തു. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ഹൈ കാണാം. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? മുകളിലേക്ക് പൊങ്ങി ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഓക്കെ, ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ പ്രൈസ് എന്തായി? ഇവിടെ നമുക്ക് ഇങ്ങനെ പോകുന്ന ഇവിടെ സ്ട്രക്ചർ ഹൈ ഫോം ചെയ്തു. ഇവിടുന്ന് സെൽ ഓർഡർ ഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ബൈ ഓർഡർ ഫിൽ ചെയ്തു. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ലോ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു, വിക്കിട്ടു. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ ലോ കാണാം. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ഹൈ കാണാം. അതിനുശേഷം
ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ലോ, ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് സ്ട്രക്ചർ ഹൈ, അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ലോ കാണാം, ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രക്ചർ ഹൈ കാണാം. ഇങ്ങനെ പ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രൈസ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇങ്ങനെ പ്രൈസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചത് ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാർട്ടിൽ നോക്കിയതും അതേപോലെ തന്നെ വരച്ചതും. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ലോ, സ്ട്രക്ചർ ഹൈ, സ്ട്രക്ചർ ലോ, സ്ട്രക്ചർ ഹൈ, ലോ, ഹൈ, ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ സിംപ്ലി ഒറ്റൊരു സംഭവം, അതായത് ഈ ഒരു ഇതും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ചാർട്ട് എടുത്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂസ്ലി വരച്ച് പഠിക്കുക. അതായത് ഒരു ചാർട്ടിൽ ഇടവിടാണ്ട്, അതായത് നിങ്ങൾ ഗ്യാപ്പ് ഇടാണ്ട് കണ്ടിന്യൂസ്ലി വരച്ച് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ട്രക്ചർ ഹൈയും ലോസും ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.